ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ കോഴികളുടെ പരിചരണവും ഈ വെള്ളം കൊടുക്കുന്ന ബക്കറ്റും വെള്ളം വരുന്ന ഈ പൈപ്പും എങ്ങനെ ക്ലീൻ ചെയ്യാം, ഈസി വേയിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ കൂടെന്ന് പറഞ്ഞാൽ ഹൈടെക് കൂടാണ്. സാധാരണ കൂട്ടുകളിൽ വേറെ വ്യത്യസ്തമായതാണ്. ഈ കൂട്ടിനെ പറ്റിയാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ വരും. ഇന്നലത്തെ തീറ്റയെല്ലാം മാറ്റിയിട്ട് ലെയർ മാഷ് ഇട്ടിരിക്കുകയാണ്. തീറ്റയെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കിയ ശേഷം ലെയർ മാഷ് ഇട്ടു. കോഴികൾക്ക് ഇത് തിന്ന് തീർന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒന്ന് കൈകൊണ്ടെല്ലാം മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് തിന്നും. അല്ലാതെ നിങ്ങൾ തീറ്റയെ മാത്രം ഇട്ടോട്ട് കൊടുത്താൽ ഈ പൊടി ഉണ്ടല്ലോ, കാണാമോ, കണ്ടോളൂ. ഈ പൊടി തന്നെ ഇട്ടേക്ക്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്ന് ഇളക്കി മാറ്റി ഇട്ട് കൊടുക്കുക. ഇതിന് വയറുവശക്കൊപ്പം ഈ പൊടിയെല്ലാം തിന്നും. കാര്യം ലെയർ മാഷ് വാങ്ങിക്കുമ്പം പകുതിയും പൊടിയാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ചോളവും എല്ലാം ഉള്ളതാണ്. ലെയർ മാഷ് പകുതി പൊടിയാണുള്ളത്. അപ്പൊ നിങ്ങൾ ഉച്ചയാകുമ്പോൾ വന്ന് ഇത് മാറ്റി കൈ കൊണ്ടൊന്ന് മാറ്റി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. ഇത് കംപ്ലീറ്റ് തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത് ഇടാവൂ, ഇല്ലെങ്കിൽ കോഴി തിന്നത്തില്ല. നിങ്ങൾ ലെയർ മാഷ് നിങ്ങൾക്ക് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഒരു കാര്യം. ഇപ്പോൾ ബക്കറ്റിൽ വെള്ളം ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതായത് മാസത്തിലൊരിക്കൽ ചെയ്യാവുന്ന ക്ലീനിങ്ങിനെ കുറിച്ചാണ്. അത് പറഞ്ഞുതരാം. ഇത് നമ്മൾ തുറക്കാനുള്ളത് ഇവിടെയാണ്, കണ്ടില്ലേ. ഇത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല. ഇത് തുറന്നില്ല, മാസത്തിലൊരിക്കൽ തുറന്നില്ല എങ്കിൽ ഈ പൈപ്പിൻ്റെ അകത്തുള്ള നമ്മൾ വെള്ളത്തിലെത്താന്നാലും ഈ പൈപ്പിൽ ഇതുണ്ടല്ലോ നോസ്, ഇതിൽ കൂടെയാണ് വെള്ളം വരുന്നത്. ഇതാ കാണാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ പൈപ്പിൻ്റെ അകത്ത് നമ്മൾ വല്ലതായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കുക ബക്കറ്റിൽ. അതിനുശേഷം ഇവിടെ ഇത് നമുക്ക് തുറന്നു കൊടുക്കണം. സൈഡിലോട്ട് നിന്നിട്ട് ഇങ്ങനെ തുറന്നാൽ മതി. കണ്ടല്ലേ. അപ്പോൾ പോസ്റ്റിന് വെള്ളം പോകുമ്പം അകത്തുള്ള എല്ലാം പോവും. ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യാനുള്ള. കാര്യം ഈ ബക്കറ്റിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കിയപ്പോൾ ഈ ബക്കറ്റിൽ എന്തായിരുന്നാലും ഒരു കണക്കുള്ള സാധനം ഉണ്ടാവും. അത് ഈ വെള്ളം ക്ലീൻ ചെയ്യാനുള്ളത് ഈ രീതിയിലാണ്. ഇത് കംപ്ലീറ്റ് വെള്ളം പോയ ശേഷം വീണ്ടും പുതിയ വെള്ളം നിറയ്ക്കുന്നു. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഇത് കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷം ലീവ് 52 1 ലിറ്റർ വെള്ളത്തിൽ നിറച്ച് അത് ഒഴിച്ച് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കാം. അപ്പോൾ അതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. കംപ്ലീറ്റ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബക്കറ്റ് ഒന്ന് ചരിച്ചു കൊടുക്കണം. ബക്കറ്റ് വന്ന് ചരിക്കുമ്പം ബാക്കിയുള്ളതെല്ലാം പോകും. അധികമുള്ള വെള്ളം നമ്മളങ്ങ് താഴെ ചരിച്ചു കളഞ്ഞത്. അപ്പോൾ ഇത് ക്ലീൻ ആയി. ഇനി നമുക്ക് ബക്കറ്റും കൂടെ ക്ലീൻ ചെയ്യണം. ഒരു ചകിരി നാരോ അല്ല ബ്രഷോ എല്ലോ വെച്ച്
ബക്കറ്റും കൂടെ ക്ലീൻ ചെയ്യണം. അടയ്ക്കാതില്ല, അതായത് ഈ ക്യാപ്പാണ്. ഈ ക്യാപ്പ് തിരിച്ചു വെച്ച് അടച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇറുക്കി അടയ്ക്കണം കേട്ടോ. ഈ ബക്കറ്റും കൂടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഞാൻ ലീഫ് 52 1 ലിറ്റർ വെള്ളത്തിൽ അതിൻ്റെ ഒരടപ്പ് 1.5 അടപ്പ്, അതായത് കൂടി അതായത് 20 ml, അതിൽ കൂടുതലൊന്നും ഒഴിച്ചു കളയരുത്. 1 ലിറ്റർ വെള്ളത്തിൽ 20 ml എന്ന കണക്കിന് ചേർക്കാവും കേട്ടോ. ഇതിൻ്റെ അടപ്പ് ഇതാണ്. ഇതിന് നമുക്ക് ഒരു 1.5 അടപ്പ് ഇതിൻ്റെ 1/2 അടപ്പും കൂടെ ഒഴിക്കാം. അത് നിങ്ങൾ അല്ലെങ്കിൽ അളന്ന് ഒഴിക്കുകയോ. 20 ml. ഇനി നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇത് വെള്ളം നിറയ്ക്കുക. അതിൻ്റെ കൂടെ ഞാൻ 1 ലിറ്റർ വെള്ളം കൂടെ നിറയ്ക്കും. കൂടുതൽ വെള്ളം നിറയ്ക്കില്ല. ഇത് കുടിച്ച് തീർന്നതിന് ശേഷം വേറെ വെള്ളം നിറയ്ക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൽ 1 ലിറ്റർ വെള്ളം നിറയ്ക്കണം. ഓക്കെ. ആ കഴുകി വൃത്തിയാക്കി 1 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുകയാണ്. നമുക്ക് ലീഫ് 52 നിറച്ച 1 ലിറ്റർ വെള്ളം കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മരുന്ന് നമ്മൾ വെള്ളം എല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ആഹാരം കൊടുത്തു. ഇതിൻ്റെ അടിയിൽ കോഴിക്കൂട്ടിൻ്റെ അടിയിൽ മരപ്പൊടിയും കൂടെ ഇടണം. അപ്പോൾ ഇന്നത്തെ കോഴിക്കൂട് വൃത്തിയാക്കൽ അവസാനിക്കും. മരപ്പൊടിയെല്ലാം ഇട്ടു. ഒരു നെറ്റ് അടിച്ചിട്ട് നെറ്റ് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടാണ് ഞാൻ മരപ്പൊടി ഇടുന്നത്. അപ്പോൾ കോഴിക്കോട്ടിൻ്റെ ചുറ്റുപാടെല്ലാം നല്ല വൃത്തിയായിരിക്കണം. ഇതാണ് എൻ്റെ കോഴികൾ. നമ്മളിങ്ങനെ മാസത്തിലൊരിക്കൽ കഴുകിയാലേ ഇതിൻ്റെ അകത്തുള്ള അഴുക്കുകൾ പോവുള്ളൂ. നമ്മളിങ്ങനെ തുറന്നതിന് ശേഷം ഈ നിബിളിലൊരു കമ്പോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇങ്ങനെ നോക്കണം. വെള്ളം വരുന്നത് കാണാം. നിബിളിൽ ഇങ്ങനെ നോക്കുക. ഇപ്പം വെള്ളം വീഴുകയാണ്, കാണാമോ? ഉണ്ടല്ലേ, ഇതിന് വെള്ളം വീഴണം. അത് നോക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ കയറി അടയരുത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് കമ്പ് കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും വെള്ളം വരുന്നുണ്ട്. ഇതാ വെള്ളം വീഴുകയാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, വെള്ളം വീഴുകയാണ്. എല്ലാ നിബിളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിലും വെള്ളം വരുന്നുണ്ട്. അതാ വെള്ളം വന്നില്ലെങ്കിൽ ഈ പൈപ്പിൻ്റെ എൻഡിലുള്ള അടപ്പ് ഒന്ന് തുറന്ന് വീണ്ടും അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ബ്ലോക്ക് മാറും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാം കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കമൻറ്റിൽ കൂടി നിങ്ങൾ എങ്ങനെയാണ് ഈ വെള്ളം വരുന്ന പൈപ്പെല്ലാം ക്ലീൻ ചെയ്യുന്നത് എന്നും കൂടി നിങ്ങൾ കമൻറ്റിൽ കൂടി രേഖപ്പെടുത്തുക.
ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.